എല്ലാവർക്കും നമസ്കാരം. പുതുവത്സരാശംസകൾ. ഈ വർഷം കഴിഞ്ഞ വർഷത്തേതുപോലെ ആകാതിരിക്കാൻ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. നല്ലൊരു വർഷം ആകട്ടെ എന്ന് നമുക്കെല്ലാവർക്കും പ്രതീക്ഷിക്കാം, അല്ലേ? വളരെ നാളുകൾക്ക് ശേഷമാണ് നമ്മളുടെ കൂടിക്കാഴ്ച. 1-2 മാസങ്ങളായി നമ്മൾ പാഠം പഠിക്കുകയോ കാണുകയോ കേൾക്കുകയോ ഒക്കെ ചെയ്തിട്ട്, അല്ലേ? അപ്പം നിങ്ങൾ സ്കൂളിൽ വരുന്നുണ്ട്. ഇനി അടുത്ത 1-2 അല്ലെങ്കിൽ അടുത്ത ആഴ്ചയിലെങ്ങാനുമായിരിക്കും എനിക്ക് വരാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഓരോ പാഠത്തിൻ്റേതായിട്ട് റിവിഷൻ നമുക്ക് പഠിക്കാം. പിന്നെ അവിടെ വന്നതിന് ശേഷം നമുക്ക് കണ്ട് കാര്യങ്ങൾ ചെയ്യാം. ടെസ്റ്റ് പേപ്പറുകളൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. ടെസ്റ്റ് പേപ്പറല്ല, മൊഡ്യൂൾ എക്സാം നോക്കി വെച്ചിട്ടുണ്ട്. കുറേ പേരൊക്കെ എഴുതിയിട്ടുണ്ട് എന്തൊക്കെയോ. അപ്പോൾ അതിൻ്റെ ഫോൾട്ടുകളെക്കുറിച്ചൊക്കെ നമുക്ക് നേരിൽ കണ്ടതിന് ശേഷം സംസാരിക്കാം. ഇപ്പം നമുക്ക് ഓണമുറ്റത്ത് എന്ന പാഠഭാഗത്തിൻ്റെ റിവിഷൻ ചെയ്യാൻ പോവുകയാണ്. ആ പാഠഭാഗത്തെക്കുറിച്ച് നമ്മൾ കുറച്ചും കൂടിയൊക്കെ ഒന്ന് പഠിക്കുകയാണ്. അപ്പോൾ ഞാൻ പഴയ 1-2 ക്വസ്റ്റ്യൻ പേപ്പറുകൾ കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനകത്തിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണല്ലോ കൂടുതലും ഉള്ളത്. അത് നമ്മൾ കേട്ടിട്ടോ കണ്ടിട്ടോ ഇല്ലാത്ത കുറേ കാര്യങ്ങൾ കൂടിയുണ്ട് മൊത്തത്തിൽ. ഓരോ പാഠത്തിൻ്റേതായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. അതുപോലെ ആരാണ് എഴുതിയത്, ഓരോ പാഠവും എടുത്തിട്ട് ആരാണ് എഴുതിയത്, ആ വ്യക്തികളുടെ കവിതകൾ എഴുതണം, അവരുടെ കൃതികൾ എഴുതണം. അവർക്ക് എന്തൊക്കെ സമ്മാനങ്ങളാണ് കിട്ടിയിട്ടുള്ളത്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, അങ്ങനെയുള്ള അവാർഡുകൾ കിട്ടിയിട്ടുള്ളവരുണ്ടെങ്കിൽ അത് എഴുതണം. പിന്നെ ഏത് കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് പാഠഭാഗം, അത് പഠിച്ചു വെക്കണം. അങ്ങനെ എല്ലാം നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ തക്കതായ കാര്യങ്ങളാണ് അതിലുള്ളത്. അപ്പോൾ എല്ലാം നമ്മളത് പഠിച്ചു വെച്ചിരിക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഓണമുറ്റത്ത് പഠിക്കാം. ഓണമുറ്റത്ത് ആരാ എഴുതുന്നതെന്നറിയാമല്ലോ? വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. വൈലോപ്പിള്ളി ശ്രീധരമേനോൻ്റെ ഏത് കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ഓണമുറ്റത്ത്? ഏത് കൃതിയിൽ നിന്നാണ്? വിട എന്ന് പറയുന്ന കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ഓണമുറ്റത്തെ എന്ന കവിത. വൈലോപ്പിള്ളിയെ നമുക്ക് എങ്ങനെയൊക്കെ വിശേഷിപ്പിക്കാം? വൈലോപ്പിള്ളിയെ അത് നമ്മൾ പഠിച്ചതാണ്. വൈലോപ്പിള്ളി നമുക്ക് എങ്ങനെയൊക്കെയാണ് വിശേഷിപ്പിക്കാൻ പറ്റുന്നത്? ശ്രീ എന്ന അപരനാമധേയത്തിൽ അറിയപ്പെടുന്നു. കാച്ചിക്കുറുക്കിയ കവിതകളുടെ ഉപജ്ഞാതാവ്. അതാരാണ്? കാച്ചിക്കുറുക്കിയ കവിതകളുടെ ഉപജ്ഞാതാവ് വൈലോപ്പിള്ളി ശ്രീധരമേനോനാണ്. പിന്നെ എല്ലുറപ്പുള്ള കവിതകളാണ് അദ്ദേഹം എഴുതുന്നത്. അങ്ങനെയൊക്കെയുള്ള വിശേഷണങ്ങൾ വൈലോപ്പിള്ളി ശ്രീധരമേനോന് ഉണ്ട്. ഇനി അതിന് ശേഷം നമുക്ക് എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ എന്ന് നോക്കാം. കന്നിക്കൊയ്ത്ത്, ശ്രീരേഖ, കുടിയൊഴിക്കൽ, കുഞ്ഞിമണികൾ, വിത്തും കൈക്കൂട്ടും, കടൽക്കാക്കകൾ, കയ്പവല്ലരി, ഓണപ്പാട്ടുകൾ തുടങ്ങിയവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ. ഇത്രയുമാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ. പിന്നെ ആദ്യ കവിതാ സമാഹാരമായ കന്നിക്കൊയ്ത്ത് 1947 പ്രസിദ്ധീകരിച്ചു. മനസ്സിലായോ? പാഠം നോക്കാം. പാഠസംഗ്രഹം എന്താണ്? പാഠസംഗ്രഹം മാത്രമാണ് പറയുന്നത് കേട്ടോ. ഈ മലനാട്ടിലെ വായുവിൽ മധുരം കൊണ്ട് ശ്രേഷ്ഠവും മഞ്ഞുകൊണ്ട് ഈറനുടുത്തും പരിശുദ്ധമായ ഭാവമുണ്ട്. അപ്പം നമ്മൾ ഓണത്തെയാണ് വിശേഷിപ്പിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞു, ഓണമെന്ന് പറയുമ്പോൾ തന്നെ കേരളീയരെ സംബന്ധിച്ച് പ്രത്യേക ഒരു ഉണർവാണുള്ളത്, അല്ലേ? നമുക്കെല്ലാം അറിയാം. ഓണമെന്ന് പറയുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു ഭാവമാണുള്ളത്. അത് എവിടെയൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്? എവിടെയൊക്കെയാണ്? ആൾക്കാർക്ക് മാത്രമാണോ ഉള്ളത്? അല്ല, പ്രകൃതി പോലും ഓണത്തെ വരവേൽക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. നേരത്തെ പണ്ടൊക്കെയുള്ള ഓണക്കാലം എന്ന് പറഞ്ഞാൽ
നല്ല തെളിഞ്ഞ അന്തരീക്ഷമാണ്. ചിങ്ങമാസം പിറന്നു കഴിഞ്ഞാൽ നല്ല തെളിഞ്ഞ അന്തരീക്ഷമാണ്. മഴയോ വല്ലതും ഉണ്ടോ? ഇല്ല. രാത്രിയിലത്തെ അന്തരീക്ഷം എങ്ങനെയാണ്? നല്ല നിലാവുള്ളതാണ് അല്ലേ? നമുക്ക് നോക്കാം. മഴ കൊണ്ടിട്ടും പാവം തുമ്പച്ചെടികൾ പൂക്കുട നിറച്ച് കുന്നുകൾ തോറും വിറച്ചു നിൽക്കുകയാണ്. തിരികൾ തെറുത്ത് കൊളുത്താനുള്ള നല്ല നേരവും നോക്കി കുഴഞ്ഞു മടങ്ങിയ കൈവിരലുകളോടെ മനോഹരമായ മുക്കുറ്റിച്ചെടികൾ ദീപക്കുറ്റികൾ നാട്ടി ഇരിക്കുന്നു. അല്പം പോലും ഉറങ്ങാതെ പാടശേഖരങ്ങൾ തോറും നടുഭാഗത്ത് സ്വർണ്ണ കിഴിയെരിയുന്ന വെള്ളിത്താലമെടുത്ത് നെയ്യാമ്പലുകൾ നിരന്ന് വിലസുന്നു. അപ്പോൾ വെള്ളിയാമ്പലുകൾ എങ്ങനെയാണ് വിടർന്ന് വിലസുന്നത്? അല്പം പോലും ഉറങ്ങാതെ പാടശേഖരങ്ങൾ തോറും നടുഭാഗത്ത് സ്വർണ്ണ കിഴിയെരിയുന്ന വെള്ളിത്താലമെടുത്ത് നെയ്യാമ്പലുകൾ നിരന്നു വിലസുന്നു. നേരത്തെ തന്നെ രാത്രി നിറഞ്ഞ നിലാവാകുന്ന കരിമ്പിൻ പൂവരി തൂകി ഭംഗിയിൽ എതിരേറ്റു നിൽക്കുന്ന വഴിയെ ഓണത്തപ്പൻ എഴുന്നള്ളുകയാണ്. എന്നിട്ട് പറയാണ്, അല്ലയോ ഉണ്ണികളെ, അലകടലെ, ആർപ്പു വിളിക്കുവിൻ. അപ്പം ആർപ്പ് വിളിക്കുന്ന ആരൊക്കെയാണ്? ഉണ്ണികളും അലകടലും. കൊച്ചരുവികളെ, ചെറുകന്യകളെ, മേൽക്കുമേൽ കുരവയിടൂ. നല്ല അതിഥി ആരാണ് നമുക്കിനി ഇതുപോലുള്ളത്? ഈ ഓണവും എന്ന് പറയുമ്പോൾ തന്നെ മഹാബലിയാണ് അല്ലേ? അപ്പം ഇനി ആരാണ് നല്ല ഒരു അതിഥി നമുക്ക് ഉള്ളത്? ഇനിയും പ്രകൃതി വർണ്ണനയാണ്. നീണ്ട മലയുടെ ചങ്ങലവട്ടയിൽ ഇളം ചുവപ്പു വിരൽ കൊണ്ട് നാളം നീട്ടിയും മനോഹരമായ തുടുത്ത കവിളിൽ നാണത്തോടെ പരുങ്ങി ഒരുങ്ങി ഓണക്കൂടി ഉടുത്തു പ്രഭാതമേ. ഇപ്പം പ്രഭാതം എങ്ങനെയാണ് വന്നിരിക്കുന്നത്? നീണ്ട മലയുടെ ചങ്ങലവട്ടയിൽ ഇളം ചുവപ്പു വിരൽ കൊണ്ട് നാളം നീട്ടിയും മനോഹരമായ തുടുത്ത കവിളിൽ നാണത്തോടെ പരുങ്ങി ഒരുങ്ങി ഓണക്കോടി ഉടുത്തു പ്രഭാതം എത്തിച്ചേർന്നിരിക്കുകയാണ്. കാലുകൾ പനുനീരുകൊണ്ടു കഴുകിച്ച് രാജാവിനെ മണിപീഠത്തിലേക്ക് ആനയിച്ചാലും ഞങ്ങളുടെ ചെറു സ്വപ്നങ്ങൾ തേടി അലഞ്ഞ പൂക്കളമെഴുതി കാത്ത രാജാവിനെ മലയാള തറവാട്ടുമുറ്റത്തെ മണിപീഠത്തിൽ ഇരുത്തുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഓണം എത്തിച്ചേരുന്നതോടുകൂടി നമ്മൾ വീടും പരിസരവും എല്ലാം തൂത്ത് വൃത്തിയാക്കും. എന്തിനാണ്? മഹാബലി മന്നനെ എതിരേൽക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ മഹാബലി എത്തിച്ചേരുമ്പോൾ ഒരു പീഠത്തിൽ ഇരുത്തുകയാണ് വേണ്ടത്. അദ്ദേഹം പറയാണ്, ഞാൻ പഴയൊരു പുള്ളുവനാണ്. കവി ഒരു പുള്ളുവൻ്റെ രൂപത്തിൽ എത്തിച്ചേരുകയാണ്. പുള്ളുവൻ എന്ന് പറഞ്ഞാൽ ആരാണ്? പായും കുടയും നെയ്ത് പിന്നെ പല കൈവേലകളും ചെയ്ത് നടക്കുന്ന ആളാണ് പുള്ളുവൻ. പുഞ്ചകൾ കൊയ്യുന്ന കാലത്ത് കറ്റ മെതിച്ച് കിതയ്ക്കുന്ന ഗ്രാമീണ പെൺകുടികളുടെ കരളുകൾക്ക് തുള്ളാനും കാലുകൾക്ക് നൃത്തക്കളികൾ കൊള്ളാനും പഴയ നാടൻ കവിതകൾ പാടിക്കൊണ്ട് ഞാനും എൻ്റെ കയ്യിലെ വീണപ്പെണ്ണും അവരുടെ അടുത്തിരിക്കും. അപ്പോൾ സ്ത്രീകൾക്ക് അവർ കൊയ്യുകയും മെതിക്കുകയും ഒക്കെ ചെയ്യുന്ന അവസരത്തിൽ അവരുടെ ജോലിഭാരം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ആ പാടത്തിൻ്റെ വരമ്പത്ത് ചെന്നിരുന്ന് ഞാനും എൻ്റെ വീണപ്പെണ്ണും കൂടി അവിടെ പാടി അവരെ രസിപ്പിക്കാറുണ്ട്. അവരെന്താണ് കൊടുക്കുന്നത്? ഒന്ന് മുറുക്കാൻ വെറ്റിലയോ ഒന്ന് കുറിക്കാൻ നെല്ലോ കിട്ടിയാലായി. അവരെ ഒന്ന് മുറുക്കാനോ അല്ലെങ്കിൽ മുറുക്കാൻ ശകലം വെറ്റിലയോ പിന്നെ ശകലം നെല്ലോ വല്ലോ കൊടുക്കും. അത്രയേ ഉള്ളൂ. തിരുവോണക്കാലത്തു ഞാൻ ഉണരും. തിരുവോണ പാട്ടുകളാണ് എൻ്റെ പാട്ടുകൾ. പൊന്നിൻ ചിങ്ങം വന്നു പിറന്ന് കരഞ്ഞു ചിരിച്ചു കുടഞ്ഞ് ഓണത്തിൻ്റെ മധുരക്കറി മനോഹരമായ വായിൽ തേച്ചത് നൊട്ടി നുണച്ച് കളിക്കും. കളി കണ്ട് ഓണത്തപ്പൻ പൂത്തുറയിൽ പനയോലക്കുടയും ചൂടിയിരിക്കുമ്പോൾ മലയാള തറവാട്ടുമുറ്റത്തെ വെള്ളമണലിൽ ഞാനിരിക്കുന്നു. ഞാനാരാ? പുള്ളുവനിരിക്കുന്നു. അപ്പോൾ ആരാണ് എത്തിച്ചേർന്നിരിക്കുന്നത്? പനയോലയൊക്കെ പിടിച്ച് ഓണത്തപ്പൻ എത്തിച്ചേർന്നിരിക്കുകയാണ്. എൻ്റെ കയ്യിൽ കൊഞ്ചലോടെ പ്രിയ മകളാകുന്ന വീണപ്പെണ്ണും ചാഞ്ഞു കിടക്കുന്നുണ്ട്.
അപ്പം ഇതൊക്കെ പഴയ കാലഘട്ടത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഇന്ന് ഈ ഓണത്തപ്പനെയോ പുള്ളുവനെയോ വീടുകൾ തോറും, പണ്ട് കാലത്ത് വീടുകൾ തോറും ആൾക്കാർ അടിയാന്മാരും മുതലാളികളും ഒക്കെയാണുള്ളത്. ഈ ആൾക്കാർ വരും നമ്മുടെ വീടുകളിൽ ഇങ്ങനെ പാട്ടൊക്കെ പാടി, ഓണത്തിന് പ്രശംസിച്ചുകൊണ്ടുള്ള പാട്ടുകൾ പാടി ആൾക്കാർ എത്തിച്ചേരാറുണ്ട്. അപ്പോൾ അവർക്ക് നമ്മളെന്താണ്, നമ്മുടെ കൈവശം വീട്ടിൽ എന്തൊക്കെയാണോ ഉള്ളത്, ഓണമാണ്, ഇഷ്ടംപോലെ സാധനങ്ങളെല്ലാം ഉണ്ട്, നമ്മൾ അതൊക്കെ അവർക്ക് കൊടുത്തു വിടും. ഉപ്പേരിയും തേങ്ങായും ചേനയും വാഴയ്ക്കായും എല്ലാം കൊടുത്തു വിടും. എന്നാൽ ഇന്ന് പരിഷ്കാരികളായ ആൾക്കാർക്ക് ഇതുവെല്ലാം അറിയാമോ? അവർക്ക് മഹാബലിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഓണത്തെക്കുറിച്ചോ ഒന്നും അറിയാമെങ്കിൽ പോലും ഇന്ന് വേണ്ട വിധത്തിലൊന്നും ആഘോഷിക്കാനുള്ള അവസരം അവർക്കൊന്നും ഇല്ല. അവർ നഗരങ്ങളിൽ താമസിക്കുന്നവരാണ്. ആ ഇച്ചിരിയുള്ള വീടുകളിൽ താമസിക്കുന്നിടത്ത് മുറ്റത്ത് അത്തപ്പൂ ഇടാനോ ഊഞ്ഞാലിടാനോ ഓണസദ്യ ഒരുക്കാനോ ഒന്നും അവർക്ക് സമയവുമില്ല, അതിനുള്ള സാഹചര്യവും ഇല്ല. പരിഷ്കാരത്തിൻ്റെ തിണ്ണയിലുള്ളവർ പഴമയിലിഴഞ്ഞ് പല്ലു കൊഴിഞ്ഞൊരു പാട്ടാണെന്ന് ഇന്ന് പഴിക്കാം. പഴമോ അരിയോ പപ്പടമോ തന്ന് എത്രയും പെട്ടെന്ന് പറഞ്ഞയക്കാൻ നോക്കാം. അവർ പറയും, ആരോ വന്നിരിക്കുന്നു, അവരെ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ഉള്ളത് കൊടുത്ത് വിടുക. നമ്മുടെ പിള്ളേരൊക്കെ കണ്ടു കഴിഞ്ഞാൽ നാണക്കേടല്ലേ? ഇവർ എൻ്റെ അഭിമാനം അറിയുന്നില്ല. എൻ്റെ മുന്നിൽ ഗോമേതകം മിന്നുന്ന സ്വർണ്ണസിംഹാസനത്തിൽ 3 ലോകം വാണ മഹാബലി മന്നൻ മുത്തുക്കുടയും ചൂടി ഇരിക്കുന്നു. അപ്പം ഞാൻ പരിഷ്കാരികളായ കുട്ടികൾക്ക് എന്നെ അറിയത്തില്ല. അവർ പറയും എത്രയും പെട്ടെന്ന് പറഞ്ഞങ്ങ് വിടാൻ. പക്ഷേ എൻ്റെ അഭിമാനം എന്താണ് എന്ന് അവർക്ക് അറിയില്ല. എന്ന് വെച്ചാൽ മലയാളത്തിന് ഇങ്ങനെയൊരു ഓണവും മഹാബലി മന്നനും ഇങ്ങനെ സാധാരണക്കാരായ ആൾക്കാരെ വീടുകൾ തോറും കയറി ഇറങ്ങി പാട്ടുകൾ പാടുന്ന ഒക്കെയായ ഒരു കാലഘട്ടം, അങ്ങനത്തെ ഒരു സംസ്കാരം നമുക്ക് ഉണ്ടായിരുന്നു. ആ സംസ്കാരത്തെക്കുറിച്ച് ഇന്നത്തെ തലമുറയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഇന്ന് അവരാകട്ടെ ടി വിയിലൂടെ ആണ് ഓണസദ്യ കാണുന്നതും ഓണസദ്യ ഉണ്ണുന്നതും പിന്നെ ഊഞ്ഞാലാടുന്നതും ഒക്കെ ടി വിയിലൂടെ മാത്രമേ, അല്ലെങ്കിൽ ഓണക്കളികളൊക്കെ മനസ്സിലാക്കുന്നത് ടി വിയിലൂടെ മാത്രമേ ഉള്ളൂ. പണ്ട് കാലത്ത് അതൊന്നും ആയിരുന്നില്ല ഓണാഘോഷമെന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? ഇതാണ് നമുക്ക് ഇന്ന് പഠിക്കുവാനായിട്ട് ഉള്ളത്. നമ്മൾ പഠിച്ചതാണ്, റിവിഷൻ ഇതാണ്. അതുപോലെ ഒരുമയും സമത്വവുമാണ് ഓണത്തിൻ്റെ സന്ദേശം, അല്ലേ? കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഭയങ്കര പഞ്ഞ മാസമാണ്. എത്ര പണമുള്ളവനായാലും ഭയങ്കര ബുദ്ധിമുട്ടുകൾ, ദാരിദ്ര്യമൊക്കെ അനുഭവിക്കുന്ന ഒരു കാലമായിരുന്നു പണ്ട്. ഇന്നതൊന്നുമില്ല. കാരണം ഇന്ന് ധാരാളം എല്ലാ ആൾക്കാരുടെ കയ്യിലും ധാരാളം പണമുണ്ട്. അപ്പോൾ പിന്നെ പഞ്ഞമാസമൊന്നും ഇല്ല. പിന്നെ ഈ ചിങ്ങം എത്തിച്ചേരണം, എല്ലാവർക്കും ഒരു പുതിയ ഡ്രസ്സ് എടുക്കുന്നതായാലും എല്ലാവരോടും നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നതായാലും ഈ ഓണം എത്തിച്ചേർന്നതിന് ശേഷമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഓണത്തിന് നമ്മൾ അത്രയധികം പ്രാധാന്യം കൊടുത്തിരുന്നത്. ഇന്നത്തെ കുട്ടികൾ അങ്ങനെയാണോ? അല്ല. അവർക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അവർ പറയും പല്ലില്ലാതെ വന്നിരുന്നൊരു അപ്പൂപ്പൻ നണ്ട വന്ന് നിൽക്കുന്നു, അയാളെ എന്തെങ്കിലും കൊടുത്ത് പറഞ്ഞ് വിടുക. മനസ്സിലായോ? ഇനി നമ്മൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങൾ ചോദിക്കുകയാണേ. വിട ആരുടെ കൃതിയാണ്? വിട ആരുടെ കൃതിയാണ്? ആരുടെ കൃതിയാ? വൈലോപ്പിള്ളിയുടെ. കാച്ചിക്കുറുക്കിയ കവിത എന്ന പേര് ലഭിച്ചത് ആർക്ക്? വൈലോപ്പിള്ളിക്ക്. മലനാട്ടിൻ വായുവിലുള്ള മധുരോ ഉദാര വികാരമെന്ത്? മലനാട്ടിലെ വായുവിലും കാറ്റിലും എല്ലാം ഉള്ള ആ ഒരു മധുരോദാര വികാരം എന്താണ്? ഓണം. മഴ കൊണ്ടാലും മേടുകൾ തോറും വിറച്ചു നിൽക്കുന്നതാര്? തുമ്പകൾ. ദീപക്കുറ്റികൾ നാട്ടിയതാര്? നറുമുക്കുറ്റികൾ. വെള്ളിത്താലമെടുത്തു നിരന്നു ലസിച്ചതാര്? നെയ്യാമ്പലുകൾ. ആർപ്പ് വിളിക്കേണ്ടതാരല്ല? ഉണ്ണികളും അലകടലും. കുരവയിടേണ്ടതാരല്ല? അരുവികളും ചെറുകന്യകളും. നാണത്തോടെ പരുങ്ങി ഒരുങ്ങിയിടുന്നതാര്? ഉഷസ്. കൊച്ചു കിനാവുകൾ തേടി അലഞ്ഞു മലർക്കളം എഴുതി കാത്തതാര്? ആരാണ്? അരജൻ. ഓണക്കാലത്തുണരുന്നതാര്? പുള്ളുവൻ. ഓണത്തപ്പൻ പനയോലക്കുടയും ചൂടിയിരിക്കുന്നത് എവിടെ? പൂത്തറയിൽ. പരിഷ്കാരത്തിൽ തിണ്ണയിലുള്ളവർ പഴിക്കുന്നതെന്ത്? പല്ലു കൊഴിഞ്ഞൊരു പാട്ടെന്ന്. 3 ലോകവും അല്ലെങ്കിൽ മൂവുലക ആണ്ട വാണതാരാണ്? മഹാബലി മന്നൻ. അതുപോലെ വേറൊരു ക്വസ്റ്റ്യൻ.
ഓണത്തിൻ മധുരക്കറി മണിവായിൽ തേച്ച് നൊട്ടി നുണഞ്ഞു കളിക്കുന്നതാര്? ആരാ? ഓണത്തിൻ മധുരക്കറി മണിവായിൽ തേച്ചു നൊട്ടി നുണഞ്ഞു കളിക്കുന്നതാര്? പൊന്നിൻ ചിങ്ങം. മലയുടെ ചങ്ങലവട്ടയിൽ പാടല വിരലാൽ നാളം നീട്ടിയതാര്? ഉഷസ്. പ്രഭാതം പൊട്ടി വിരിയുന്നതിനെ വിശേഷിപ്പിച്ചിരിക്കുകയാണ്. മഞ്ഞാൽ ഈറനുടുത്തൊരു പാവനഭാവം ആർക്കാണ്? അതെന്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? കേരളത്തിൻ്റെ കേരള പ്രകൃതിയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഓണത്തപ്പനെ സ്വീകരിക്കാൻ വെള്ളിത്താലം എടുത്തു നിൽക്കുന്നത് ആര്? ഓണത്തപ്പനെ സ്വീകരിക്കാൻ വെള്ളിത്താലം എടുത്തു നിൽക്കുന്നത് ആരാണ്? നെയ്യാമ്പലുകളാണ്. ഇത്രയുമാണ് നമ്മൾ ഇപ്പം ഈ പാഠത്തിൽ നിന്ന് പഠിക്കുന്നത്. ഈ പാഠം നിങ്ങൾ കേട്ടിട്ട് ആ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ എല്ലാം നമുക്ക് എഴുതി ഇങ്ങോട്ട് അയച്ചു തരണം കേട്ടോ. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ്റെ ആൻസർ അയച്ചു തരണം. എപ്പോഴാണ്? രാത്രിയിൽ. ഇപ്പോഴും നമുക്ക് പകലെങ്ങും കേൾക്കാൻ സമയമില്ല. 12 മണി വരെ നമുക്ക് ക്ലാസ് ആണെന്ന് എനിക്കറിയാം കേട്ടോ. എല്ലാ കുട്ടികളും ഇത് കേട്ടതിന് ശേഷം അയച്ചു തരണം. ഈ പാഠത്തിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറോടെ നാളെ ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു തന്നതിന് ശേഷം അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് ഒരു ദിവസം തരും. എല്ലാവരും ഞാൻ നിങ്ങളെ വിളിക്കും. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ആൻസർ എന്നോട് ഓരോ ചോദ്യം ചോദിക്കുമ്പോൾ അതിന് ആൻസർ പറഞ്ഞു തരണം. അത് പിന്നീട് കേട്ടോ. അപ്പോൾ പാഠം വൃത്തിയായിട്ട് വായിക്കണം. പാഠം വായിക്കാൻ പഠിച്ചു വെക്കണം. പാഠം പുസ്തകം ഇല്ലാത്ത കുട്ടികൾ കോപ്പി എടുത്ത് വെക്കണം. ഞാൻ അടുത്ത ദിവസങ്ങളിൽ എല്ലാവരെയും വിളിക്കുമ്പോൾ എനിക്ക് വായിച്ച് കേൾപ്പിക്കണം കേട്ടല്ലോ. അതുപോലെ ചട്ടമ്പി സ്വാമികളുടെ ബാക്കി ക്വസ്റ്റ്യൻസ് ഞാൻ ഇന്ന് നാളെയൊക്കെ ആയിട്ട്, ഇന്ന് തരുന്നില്ല, നാളെയൊക്കെ ആയിട്ട് ഞാൻ ഇട്ട് തരും. അത് നിങ്ങൾ എഴുതി സൂക്ഷിക്കണം. ഓക്കെ, താങ്ക് യു.